ولو شئنا لرفعناه بها ولكنه أخلد إلى الأرض واتبع هواه فمثله كمثل الكلب إن تحمل عليه يلهث أو تتركه يلهث ذلك مثل القوم الذين كذبوا بآياتنا فاقصص القصص لعلهم يتفكرون. നാം ഇച്ഛിച്ചിരുന്നെങ്കിൽ ആ വചനങ്ങളിലൂടെ തന്നെ നാം അവനെ ഉന്നതിയിലേക്ക് നയിക്കുമായിരുന്നു. പക്ഷേ അയാൾ ഭൂമിയോട് ഒട്ടിച്ചേർന്ന് തന്നിഷ്ടത്തെ പിൻപറ്റുകയാണുണ്ടായത്. അതിനാൽ അയാളുടെ ഉപമ ഒരു നായയുടേതാണ്. നീ അതിനെ ദ്രോഹിച്ചാൽ അത് നാക്ക് തൂക്കിയിടും, നീ അതിനെ വെറുതെ വിട്ടാലും അത് നാവ് നീട്ടിയിടും. നമ്മുടെ വചനങ്ങളെ കള്ളമാക്കിയ ജനത്തിന്റെ ഉദാഹരണവും ഇതുതന്നെ. അതിനാൽ അവർക്ക് ഇക്കഥയൊന്ന് വിശദീകരിച്ചു കൊടുക്കുക, ഒരു വേള അവർ ചിന്തിച്ചെങ്കിലോ. ഹാജറ ബീവിയുടെ സംഭവം ഉദ്ധരിച്ചിട്ട് നിങ്ങളുടെ ഈ വാദമുണ്ടല്ലോ, ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷേ മലക്കിനെ കാണുന്നില്ല. എന്നാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട വാക്കുകളാണ്, ഉത്തരവാദിത്വത്തോട് സംസാരിക്കുന്ന വാക്കുകളാണ്. ഇത് റെക്കോർഡറാണെന്നും നാളെ മുതൽ കേരളത്തിലെ തെരുവുകളിലും അതുപോലെ തന്നെ ഇവിടുത്തെ വ്യത്യസ്തങ്ങളായ ആളുകളുടെ ഡിവൈസുകളിലും കിതാബ് ഓതിയവരുടെ മുന്നിലും കിതാബ് ഓതാത്തവന്റെ മുന്നിലും എത്തുമെന്ന വിചാരത്തോടെയും വിശ്വാസത്തോടെയും പറയണേ. അപ്പൊ ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അതിനെയും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ചോദിച്ചതുകൊണ്ട് ശിർക്കാവുകയുമില്ല, അങ്ങനെ ചോദിച്ചതുകൊണ്ട് ശിർക്കാവുകയുമില്ല. നിങ്ങളുടെ ഈ വാദമുണ്ടല്ലോ, ഈ ജിന്നുകളോട് സഹായം തേടിയ ശിർക്കല്ല എന്ന വാദം ഹാജറ ബീവിയുടെ സംഭവം ഉദ്ധരിച്ച് തെളിയിക്കാൻ കഴിയുന്ന നാക്ക് നീട്ടിയ നായ്ക്കളുമായി വന്ന ഏതെങ്കിലും ഒരുത്തിനെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ജീവനോടെ ക്ഷണിക്കുകയാണ്. മുജാഹിദുകൾ പറയുന്നു ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ മറുപടി വെറുതെ പറയുന്ന മറുപടിയല്ല. ഹാജറ ബീവി ആ മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടം, ആ അകപ്പെട്ടു പോയ ഘട്ടത്തില് മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ ജിബ്രീൽ വന്നു. ജിബ്രീലിന്റെ ശബ്ദം കേട്ടു, അവിടെ ജിബ്രീൽ ഉണ്ടെന്ന് അറിഞ്ഞു. ആ ഹാജറ ബീവി പറഞ്ഞു, നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്, സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്. അവിടെ ഒരു ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധികളൊന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട വാക്കുകളാണ്, ഉത്തരവാദിത്വത്തോട് സംസാരിക്കുന്ന വാക്കുകളാണ്. ഇത് റെക്കോർഡറാണെന്നും നാളെ മുതൽ കേരളത്തിലെ തെരുവുകളിലും അതുപോലെ തന്നെ ഇവിടുത്തെ വ്യത്യസ്തങ്ങളായ ആളുകളുടെ ഡിവൈസുകളിലും കിതാബ് ഓതിയവരുടെ മുന്നിലും കിതാബ് ഓതാത്തവന്റെ മുന്നിലും എത്തുമെന്ന വിചാരത്തോടെയും വിശ്വാസത്തോടെയും പറയണേ. അപ്പൊ കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ? അത് തെറ്റല്ല, കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷൗക്കാനി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ തർക്കിക്കേണ്ട കാര്യം ഇല്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല, അഭിപ്രായ വ്യത്യാസം പറയേണ്ട കാര്യമില്ല. ക്ലിപ്പ് വേണ്ട, ക്ലിപ്പ് വേണ്ട. അത് ഞങ്ങളല്ല തീരുമാനം. നിങ്ങളുടെ ചോദ്യം ഞങ്ങൾ പറഞ്ഞ പോലെ ചോദിച്ചു. ക്ലിപ്പ് വേണ്ട. അത് ഞങ്ങളല്ല തീരുമാനം. നിങ്ങളുടെ ചോദ്യം ഞങ്ങൾ പറഞ്ഞ പോലെ ചോദിച്ചു. മറുപടി ഇപ്പൊ എങ്ങനെ പറഞ്ഞു? ഇപ്പൊ നിങ്ങൾ ഒരു പഠിച്ചിട്ട് വലുതായതുകൊണ്ട് പ്രയാസമൊന്നുമില്ലല്ലോ. നേർക്കുനേരെ കിതാബുകളുമായി, ഗ്രന്ഥങ്ങളുമായി, ഉദ്ധരണികളുമായി സംവദിക്കാൻ ഒരുക്കമുള്ളവരുണ്ടെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളെ ക്ഷണിക്കുന്നു. മുജാഹിദുകൾ പറയുന്നു ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ മറുപടി വെറുതെ പറയുന്ന മറുപടിയല്ല. അപ്പോ ഒരാൾ മരുഭൂമിയിൽ അകപ്പെട്ടു പോയി, ഒരു ശബ്ദം കേട്ടു. അപ്പൊ അയാൾ ചിന്തിക്കാണ്, ഹാജറ ബീവിയുടെ അടുക്ക പണ്ട് മലക്ക് വന്നിട്ടുണ്ട്, ആ മലക്ക് ഇവിടെ വന്നാലോ, ആ മലക്ക വരും, അങ്ങനെ എനിക്ക് വെള്ളം തരും എന്നയാൾ നനച്ചിട്ട് എനിക്ക് വെള്ളം തരുമോ? ആ ശബ്ദം പുറപ്പെടുവിച്ച ആൾ ഉദ്ദേശിച്ചിട്ട് എനിക്ക് ഇച്ചിരി വെള്ളം തരുമോ എന്ന് ചോദിച്ചാൽ, എന്ന് സഹായം ആവശ്യപ്പെട്ടാൽ മുസ്ലിയാർ ശിർക്ക് ചെയ്യുന്നില്ല. കണ്ടോ, ഇത് സലാസുല്ലം എഴുതാ. അപ്പോ ചെറിയ മുണ്ടം എഴുതി, സലാസുല്ലം എഴുതി, ജബ്ബാർ മൗലവി എഴുതി. എന്താണ് തങ്ങൾക്ക് പറയാനൊരു വാദം എന്നന്വേഷിച്ച് നടന്ന ഈ മടപൂരികൾ ജബ്ബാർ മൗലവിയുടെ വാചകത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതേ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു.
ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു. അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാട് നീളെ പ്രചരിപ്പിക്കുകയാണ്. ജബ്ബാർ മൗലവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു. ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട വാക്കുകളാണ്, ഉത്തരവാദിത്തത്തോട് സംസാരിക്കുന്ന വാക്കുകളാണ്. ഇത് റെക്കോർഡറാണെന്നും നാളെ മുതൽ കേരളത്തിലെ തെരുവുകളിലും അതുപോലെ തന്നെ ഇവിടുത്തെ വ്യത്യസ്തങ്ങളായ ആളുകളുടെ ഡിവൈസുകളിലും കിതാബ് ഓതിയവരുടെ മുന്നിലും കിതാബ് ഓതാത്തവന്റെ മുന്നിലും എത്തുമെന്ന വിചാരത്തോടെയും വിശ്വാസത്തോടെയും പറയുന്നത്. ഹദീസുകളുമായി സംവദിക്കാൻ ഒരുക്കമുള്ളവരുണ്ടെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളെ ക്ഷണിക്കുന്നു. മുജാഹിദുകൾ പറയുന്നു ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ആ മറുപടി വെറുതെ പറയുന്ന മറുപടിയല്ല. കാര്യം എന്താ? ഹാജറ ബീവിയുടെ സംഭവം അനസ് മൗലവി പറഞ്ഞിട്ടുണ്ട്. അനസ് പറഞ്ഞതല്ല, ബുഖാരി പറഞ്ഞതാ. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ കൊണ്ടുവന്ന ഹദീസ. നിന്റെ കയ്യിൽ എന്തെങ്കിലും സഹായമുണ്ടെങ്കിൽ സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഫൈദാ ജിബ്രീൽ, ദാ ജിബ്രീൽ. ഇതാണ് ഹാജറ ബീവിയുടെ സംഭവം. ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട വാക്കുകളാണ്, ഉത്തരവാദിത്തത്തോട് സംസാരിക്കുന്ന വാക്കുകളാണ്. ഇത് റെക്കോർഡറാണെന്നും നാളെ മുതൽ കേരളത്തിലെ തെരുവുകളിലും അതുപോലെ തന്നെ ഇവിടുത്തെ വ്യത്യസ്തങ്ങളായ ആളുകളുടെ ഡിവൈസുകളിലും കിതാബ് ഓതിയവരുടെ മുന്നിലും കിതാബ് ഓതാത്തവന്റെ മുന്നിലും എത്തുമെന്ന വിചാരത്തോടെയും വിശ്വാസത്തോടെയും പറയുന്നത്. എത്ര കൊല്ലം മുമ്പ് മുജാഹിദിൽ കൃത്യമായി ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? ഇവര് പണ്ടേ ചോദിക്കണ്ടേ? പണ്ടേ ഇവര് ചോദിക്കാണ്ട് ഈ ചോദ്യം എന്ത്? യാ ഇബാദല്ലാ എന്നില്ലേ ഹാജറ ബീവി. ആ ഹാജറ ബീവി ഇതാ ആ സഭയുടെയും മറുവയിലും ഇടപെടപ്പെട്ടപ്പോ ജിബ്രീല് അവിടെ വന്ന് നിന്നപ്പോ അയ്സ് അയ്സ് എന്ന് ചോദിച്ചില്ലേ? അയ്സ് അയ്സ് എന്ന് ചോദിച്ചില്ലേ? അന്ന് മുതൽ മുജാഹിദിൽ മറുപടി പറയാം. വീണ്ടും ഇവർ ചോദിക്കും, സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്നുകൾ ഉണ്ടായിരുന്നില്ലേ? സുലൈമാൻ നബി ചോദിച്ചില്ലേ അവരോട്, അയ്യുക്കും ആരാണ് അർസിങ് കൊണ്ടുവരിക എന്ന് ചോദിച്ചില്ലേ? ഇവര് പണ്ടേ ചോദിക്കണേ. അന്ന് മുതൽ മുജാഹിദിൽ മറുപടി ഉണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട വാക്കുകളാണ്, ഉത്തരവാദിത്തത്തോട് സംസാരിക്കുന്ന വാക്കുകളാണ്. ഇത് റെക്കോർഡറാണെന്നും നാളെ മുതൽ കേരളത്തിലെ തെരുവുകളിലും അതുപോലെ തന്നെ ഇവിടുത്തെ വ്യത്യസ്തങ്ങളായ ആളുകളുടെ ഡിവൈസുകളിലും കിതാബ് ഓതിയവരുടെ മുന്നിലും കിതാബ് ഓതാത്തവന്റെ മുന്നിലും എത്തുമെന്ന വിചാരത്തോടെയും വിശ്വാസത്തോടെയും പറയുന്നത്. ആയത്തുകളുമായി സംവദിക്കാൻ ഒരുക്കമുള്ളവരുണ്ടെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളെ ക്ഷണിക്കുന്നു. മുജാഹിദുകൾ പറയുന്നു ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ആ മറുപടി വെറുതെ പറയുന്ന മറുപടിയല്ല. ആ ഖുർആൻ സുന്നത്ത് പറയാൻ പോണത് ഖുർആൻ സുന്നത്ത് അല്ലാതെ വേറെ അതിൽ ഇപ്പൊ വടവൂരികൾ ഖുർആൻ സുന്നത്ത് അല്ലാതെ പറയുന്നത്. അത് വേറെ ചോദ്യം ഉണ്ട്, അവിടെ കേട്ടെ. അപ്പൊ ഏതായിരുന്നാലും അതിന് മറുപടി പല വിധത്തിലുണ്ട്. മറുപടി പല വിധത്തിൽ പറഞ്ഞുതരാ. അതായത് ഏതെങ്കിലും സഹായത്തിട്ട് അങ്ങനെ ഉണ്ടോന്നാ? അല്ലല്ല, കേട്ടോളൂ. ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിന് അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവ് എന്ന് നാം ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടികൾക്കാർക്കും നൽകാത്ത കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നുകൾക്കുള്ള കഴിവിനെ സംബന്ധിച്ച ഒരു വിശദീകരണം. എന്നിട്ട് വീണ്ടും ഇതിൽ കാണാം, അതുപോലെ വിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അതിനെയും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയില്ല. ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആൻ തന്നെ പരിശോധിച്ചാൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളോട് സംസാരിക്കുന്നു, ജിന്നുകളെ കൊണ്ട് പല പണി എടുപ്പിക്കുന്നു, ബന്നാവുകൾ ഉണ്ടായിരുന്നു എന്ന് മടവൂരികൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനാണ്, ഞാൻ മടവൂരി ചേർത്തി പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. വിശുദ്ധ ഖുർആൻ തന്നെ പറയാണ് സുലൈമാൻ നബിയുടെ സന്നിധിയിൽ ജിന്നുകൾ ഉണ്ടായിരുന്നു, ആ ജിന്നുകളെ കൊണ്ട് സുലൈമാൻ നബി പണിയെടുപ്പിച്ചിരുന്നു. അപ്പൊ അധീനമാക്കി കൊടുത്തിട്ടല്ലേന്നാ? അപ്പൊ ജിന്നാണല്ലോ, സംഗതി മനുഷ്യനായില്ലല്ലോ. അധീനപ്പെടുത്തിയത് കൊണ്ട് മനുഷ്യനല്ലാതാകുന്നില്ല. ജിന്നായ രൂപത്തിൽ തന്നെ സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്ന് വന്നിരുന്നു. ഇഫ്രീത്ത് അടക്കമുള്ളവരുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, അവര് പണിയെടുക്കുന്നു, സുലൈമാൻ നബി അവരുമായി സംസാരിക്കുന്നു. അത് ശിർക്കല്ല, അത് ശിർക്കാണെന്ന് പറയുക സാധ്യമല്ല. ഇനി ആ രൂപത്തിൽ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അത് ഖുർആനിന് വിരുദ്ധമാണ്. ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട വാക്കുകളാണ്, ഉത്തരവാദിത്തത്തോട് സംസാരിക്കുന്ന വാക്കുകളാണ്.
ഇത് റെക്കോർഡറാണെന്നും നാളെ മുതൽ കേരളത്തിലെ തെരുവുകളിലും അതുപോലെ തന്നെ ഇവിടുത്തെ വ്യത്യസ്തങ്ങളായ ആളുകളുടെ ഡിവൈസുകളിലും കിതാബ് ഓതിയവരുടെ മുന്നിലും കിതാബ് ഓതാത്തവന്റെ മുന്നിലും എത്തുമെന്ന വിചാരത്തോടെയും വിശ്വാസത്തോടെയും പറയണേ.